യെസ്, ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് നല്ല രീതിയിൽ മെനക്കെട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമുക്ക് ശാസ്ത്രമേള വരുന്നുണ്ട്, അതുപോലെ തന്നെ കലോത്സവം വരുന്നുണ്ട്, ടാലൻറ്റ് സെർച്ചുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി നമുക്ക് സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്രിസ്മസ് എക്സാമിനും ഫോക്കസ് ചെയ്യണം, ആനുവൽ എക്സാമിനും നല്ല രീതിയിൽ മാർക്ക് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സുകളാണ്. ആ ടിപ്സുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട്, ഇൻഫോർമേറ്റീവ് നോളജിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കുക, നല്ലൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി വരാനിരിക്കുന്ന കലോത്സവത്തിന് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ശാസ്ത്രമേളയ്ക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു ഹോബി ഉണ്ടായിരിക്കും. അതിനൊക്കെ സമയം മാറ്റിവെച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിനൊക്കെ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠനത്തിനും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠനത്തിന് മാറ്റിവെക്കാനുണ്ടായിരിക്കണം. ഡെയിലി ആ ഒരു അരമണിക്കൂർ മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതി വിജയിച്ചു എന്ന് പറയാൻ പറ്റും. കാരണം ആ ഒരു അരമണിക്കൂർ നിങ്ങൾ ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും അടിപൊളിയായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. വെറുതെ ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുക എന്നതിലുപരി എല്ലാ കോൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് പിന്നീട് അത് റീകോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്റ്റ് ആവാത്തൊരു വിഷയം വരും. അതുകൊണ്ട് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ, നമുക്ക് അടിപൊളിയായിട്ട് ആ കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന 9th സ്റ്റാൻഡേർഡിലാണെങ്കിലും 10th സ്റ്റാൻഡേർഡിലാണെങ്കിലും ഒക്കെ നമുക്കത് കണക്റ്റ് ചെയ്യാനും കൂടി പറ്റും എന്നുള്ളത് വലിയൊരു പോയിന്റാണ്. അതുകൊണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. മറ്റൊന്നാണ് റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചയോളം പഠിച്ചു, അതവിടെ പഠിച്ചു മാറ്റി വെച്ചു, കംപ്ലീറ്റ് മനസ്സിലായി, അത് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവരുത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈം പീരീഡ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. ഇത്ര സമയം കഴിയുന്ന സമയത്ത് പഠിച്ചതൊക്കെ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് എന്താക്കുക, ഒന്ന് സ്കിം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന ഇഷ്യൂസ് നമുക്ക് ഒഴിവായി കിട്ടും. മറ്റൊന്നാണ്, ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെക്കുക. നേരത്തെ പറഞ്ഞ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഷോർട്ട് നോട്ടാണ്. നമ്മൾ ഓരോ കോൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ടും ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതിനേക്കാളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കോൺസെപ്റ്റിന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങളൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും ആ കംപ്ലീറ്റ് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ് നിങ്ങൾ തന്നെ തയ്യാറാക്കുന്ന ഈ ഒരു ഷോർട്ട് നോട്ട് എന്നുള്ളത്. മറ്റൊരു പോയിന്റ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ, മുൻകാല വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടി അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വലിയ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ 8ാം ക്ലാസ്സിലെ സിലബസ് കംപ്ലീറ്റ് മാറിയത് കൊണ്ട് അങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലം എന്താക്കുന്നുണ്ട്, അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. മറ്റൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, നിങ്ങളെപ്പോലെ തന്നെ ഈ ഓരോ കോൺസെപ്റ്റുകളും പഠിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മറ്റൊരാളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പഠിച്ച സമയത്ത് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കോൺസെപ്റ്റ് ഒരു കാലത്തും മറന്നു പോവാത്ത രീതിയിലേക്ക് അത്രമേൽ ഉറച്ചു നിൽക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് നിങ്ങൾ എന്താക്കുക, ഇത് പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സ്റ്റേ ഹെൽത്തി എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് സമയത്ത് അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒന്നും മറന്നു പോകരുത്. ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നതും നിങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് സൈലം ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി തന്നെയാണ് സൈലം നിങ്ങൾക്ക് യോദ്ധ ബാച്ച് അവതരിപ്പിക്കുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ പോലെ സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു യോദ്ധ ബാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ് എടുക്കുന്നത്. മാത്രമല്ല എല്ലാ ക്ലാസ്സുകളുടെയും സ്ലൈഡുകളും നോട്ട്സുകളും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിദ്യാരംഭത്തിൻ്റെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആക്ച്വലി
ആക്ച്വലി ഇന്നാണ് അതിൻ്റെ അവസാനത്തെ ദിവസം. VDM15 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 15% ഓഫർ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സോ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ സൈലം ലേണിംഗ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് VDM15 എന്നുള്ള ആ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഏതായാലും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി വരുന്ന ക്രിസ്മസ് എക്സാമും അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് സെറ്റാക്കാം.